ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നവംബർ 30, 2024 ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്ന് ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമാണ് നടന്നു വരുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ അണിനിരക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ലബ്ബുകൾ അണിനിരക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ രാത്രി ഒരു മത്സരം ഉണ്ടായിരുന്നു. ബ്രൈറ്റൺ FC-യും സൗത്താംപ്ടണും തമ്മിലായിരുന്നു മത്സരം. രണ്ടുപേരും സമനിലയിൽ പിരിഞ്ഞു. ബ്രൈറ്റണ് ഒരു പോയിൻ്റ് ലഭിച്ചു. ഈ പോയിൻ്റോടുകൂടി ബ്രൈറ്റൺ FC 2ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ പോയിൻ്റ് ടേബിളിൽ. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങൾ നമുക്കറിയാം. ആർസനലിന് മത്സരമുണ്ട്, അതേപോലെ ന്യൂകാസിലിന് മത്സരമുണ്ട്. ഇന്ന് ആർസനൽ വിജയിക്കുകയാണെങ്കിൽ ആർസനലിന് 2ാം സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കും. നാളെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം എന്ന് പറയുന്നത് ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ്. നമുക്കറിയാം, തുടർച്ചയായി 6 മത്സരങ്ങൾ ജയിക്കാതെയാണ് മാഞ്ചസ്റ്റർ സിറ്റി നാളത്തെ മത്സരത്തിനെത്തുന്നത്. ആൻഫീൽഡിൽ വെച്ചാണ് മത്സരം. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ സമനില വാങ്ങിയതോടുകൂടി അവരുടെ സൂപ്പർ കോച്ച് പെപ് ഗാർഡിയോളയുടെ സമനില പോലും തെറ്റുന്നൊരവസ്ഥയിലാണ് ഉള്ളത്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്തായാലും തിരിച്ചു വരും എന്നാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പോഴത്തെ ഫോമിൽ ലിവർപൂൾ അവരെ എത്ര ഗോളടിച്ച് തോൽപ്പിക്കും എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. നേരെ വെച്ച് 2 മാസം മുമ്പായിരിക്കും ഇതായിരുന്നില്ല സ്ഥിതി. ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഒരു അശ്വമേധം ജൈത്രയാത്ര എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു. എല്ലാം തച്ച് കറുത്തുകൊണ്ടാണ് അവർ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ 1.5 മാസമായിട്ട് ഇതാണ് അവസ്ഥ. ഇനി ലാലിഗയിലേക്ക് വരികയാണെങ്കിൽ, അതായത് സ്പാനിഷ് ലീഗിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ബാർസലോണയ്ക്ക് ഇന്ന് കളിയുണ്ട് ലാ പാമാസുമായിട്ട്. സ്പാനിഷ് ലീഗിൽ ബാർസലോണയാണ് ഇപ്പോൾ പോയിൻ്റ് ടേബിളിൽ മുമ്പിൽ നിൽക്കുന്നത്. അതേസമയം നിലവിലുള്ള യൂറോപ്യൻ ചാമ്പ്യന്മാരും സ്പാനിഷ് ചാമ്പ്യന്മാരുമൊക്കെ ആയ റയൽ മാഡ്രിഡ് നാളെയാണ് കളി. നേരത്തെ പറഞ്ഞ മാഞ്ചസ്റ്റർ സിറ്റിയെ പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് തോൽവികൾ വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് റയൽ മാഡ്രിഡും. അവരും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് നോക്കിക്കാണാം. പക്ഷെ അവർക്ക് ലാലിഗയിൽ ഇത്ര പോലെ കടുപ്പമുള്ള മത്സരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്ത ബുണ്ടസ് ലീഗ്, ജർമ്മൻ ലീഗിൽ ഇന്ന് ബയേൺ മ്യൂണിക്കിന് കളിയുണ്ട്. നമുക്കറിയാം, ബയേൺ മ്യൂണിക്കിൽ ഒരുപാട് പ്രമുഖരായ കളിക്കാരൊക്കെ ഉണ്ട്. ഹാരി കെയ്ൻ, ജമാൽ മുസൈല, ലിയോ റീസാനെ തുടങ്ങിയ പ്രമുഖരൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ജയിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അവർക്ക് ഡോർട്ട്മുണ്ടുമായിട്ടാണ് മത്സരമുള്ളത്. ഡോർട്ട്മുണ്ട് വളരെ ശക്തമായ ടീമാണ്. ഇനി നമുക്കറിയാം, സൗദി പ്രോ ലീഗിൽ ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നാസർ ക്ലബ്ബും ദമാ ക്ലബ്ബും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. അൽ നാസർ 2 ഗോളിന് വിജയിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഗോൾ അടിച്ചത്. നമുക്കറിയാം, 1000 ഗോൾ തികയ്ക്കാനുള്ള ഓട്ടത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഇന്നലത്തെ 2 ഗോളോടുകൂടി അദ്ദേഹത്തിൻ്റെ ഗോൾ സമ്പാദ്യം 913 ഉയർന്നിട്ടുണ്ട്. മറ്റൊരു മത്സരത്തിൽ റിയാദ് മെഹ്റസിൻ്റെ അൽ അഹ്ലി ക്ലബ്ബ് വിജയിച്ചിട്ടുണ്ട്. റിയാദ് മെഹ്റസാണ് ഗോൾ അടിച്ചത്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് റിയാദ് മെഹ്റസിൻ്റെ അൽ അഹ്ലി ക്ലബ്ബ്. പക്ഷേ സൗദി പ്രോ ലീഗിൽ അവർ ഇപ്പോൾ 6ാം സ്ഥാനത്താണ്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം നാടായ ഇന്ത്യയിലെ ISL വരാം. ISL നമുക്കറിയാം, ഇന്നലെ മത്സരം ഉണ്ടായത് ഈസ്റ്റ് ബംഗാളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലായിരുന്നു. ഈസ്റ്റ് ബംഗാളാണ് വിജയിച്ചത്. പക്ഷേ മത്സരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ 2 ടീമിലെ ഓരോ കളിക്കാർക്ക് വീതം ചുവപ്പ് കാർഡ് കിട്ടി മത്സരത്തിൽ. അതുപോലെ ഇന്ന് മുംബൈ സിറ്റി, മോഹൻ ബഗാൻ തുടങ്ങിയവർക്കൊക്കെ മത്സരങ്ങളുണ്ട്. I ലീഗിൽ ഇന്നലെ 2 ദിവസം മുമ്പ് നടന്ന മത്സരത്തിൽ ഗോകുലം FC-യും റിയൽ കാശ്മീരും തമ്മിൽ സമനിലയിൽ പിരിഞ്ഞു. ഈ 2 ടീമാണ് ഇപ്പോൾ പോയിൻ്റ് ടേബിൾ മുന്നിലുള്ളത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് ഇന്ന് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.